എങ്ങനെ നമുക്കൊരു കലണ്ടറിനെ രൂപീകരിക്കാം എന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ പേർഷ്യയിൽ നടക്കുന്നത് പോലെയുള്ളൊരു കലണ്ടർ സംവിധാനം നമുക്ക് അനുകരിച്ചുകൂടെ എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു. പേർഷ്യയിൽ ഓരോ ഭരണാധിപന്റെയും അധികാര കാലഘട്ടമാണ് അവരൊരു കലണ്ടറായി കണക്കാക്കുക. ഉള്ള രാജാവ് മരണപ്പെടുകയും അടുത്തയാള് രാജാവായി അവരോധിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്തൊരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചയായി അങ്ങനെ ഒരു കലണ്ടർ കണക്കാക്കാറുണ്ട്. അതൊന്നും നമുക്ക് പിന്തുടർന്നൂടെ എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു. പക്ഷേ അത് പൂർണ്ണ അഭിപ്രായം തന്നെ അത് തള്ളപ്പെട്ടു ആദ്യമേ തന്നെ. അതുപോലെ തന്നെ റോമിന്റെ ഒരു കലണ്ടർ സംവിധാനത്തിൽ നമുക്ക് അതിനെ അനുകരിച്ചുകൂടെ, അത് നമുക്കിവിടെ എടുത്തുകൂടെ എന്നൊരു ആലോചന വന്നു. അതും തള്ളപ്പെട്ടു. നമുക്ക് നമ്മുടേതായ അസ്തിത്വമുള്ള ഒരു കലണ്ടർ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന ആലോചനകൾ പുരോഗമിക്കുമ്പോൾ എന്നാൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം വെച്ചുകൊണ്ട് നമുക്കൊരു കലണ്ടർ സംവിധാനം ആരംഭിച്ചാലോ എന്ന് ഒരു ചർച്ച ഉയർന്നു വന്നു. പ്രവാചകൻ ജനിച്ച നാൾ മുതൽക്കുള്ള ഒരു കലണ്ടർ സംവിധാനം, ആ ചർച്ചയും പുരോഗമിച്ചു. അതിൽ പല അഭിപ്രായങ്ങൾ വന്നു. പ്രവാചകന്റെ നുബുവത്തിന്റെ ഘട്ടം, ആ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അവസാനമായി ഉയർന്നു വന്നൊരു ചർച്ചയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിട്ടുള്ള ഹിജ്റയെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു കലണ്ടർ രൂപീകരണം നന്നായിരിക്കില്ലേ എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു. ആ ചർച്ചയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും, പ്രത്യേകിച്ച് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തീർച്ചയായിട്ടും ഇത് കൊള്ളാം. സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വ്യക്തമായൊരു വേർതിരിവ് വന്നത്, നമുക്കിടയിൽ എല്ലാം കൂടിപ്പണഞ്ഞു കിടന്ന സത്യവും അസത്യവും എല്ലാം കൂടി വ്യക്തമായ ഒരു വേർതിരിവ് അതിനുണ്ടാക്കിയിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്നുള്ളത് അത് ഹിജ്റയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹിജ്റയെ ആസ്പദമാക്കിയിട്ടൊരു കലണ്ടർ രൂപീകരണം നൽകാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ഐക്യകണ്ഠേന അംഗീകരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് ഒരു ഹിജ്റ കലണ്ടർ രൂപീകരിക്കപ്പെടുന്നത്. എന്തുകൊണ്ട് ഹിജ്റ നമ്മൾ ഇന്ന് കൊണ്ടുപോകുന്ന ഹിജ്റ കലണ്ടറാണ്. ഇപ്പോൾ ഇവിടെ കുറെ ചോദ്യങ്ങൾ ബാക്കി ഉണ്ടാകും, അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഹിജ്റ എന്നുള്ളത് ആ ഒരു വാക്കിൽ മാത്രം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നിൽക്കുന്നതല്ല ഹിജ്റയുടെ മഹത്വം എന്നുള്ളത്. ഈ ഇസ്ലാമിക ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബദർ, ഉഹദ്, ഹന്തക്, ഹുനൈൻ തുടങ്ങിയിട്ടുള്ള അതിശക്തമായ ത്യാഗോജ്ജലമായ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഹുദൈബിയ സന്ധി നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകന്റെ ജനനമുണ്ട്, വിശുദ്ധ ഖുർആന്റെ അവതരണമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഹിജ്റയെ എന്തുകൊണ്ട് സഹാബാക്കൾ ഐക്യകണ്ഠേന പരിഗണിച്ചു എന്ന് ആലോചിക്കണം.